മുംബൈ ബോട്ട് അപകടത്തിൽ സ്പീഡ് ബോട്ട് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. സൗത്ത് മുംബൈ കൊളാബ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 13 പേർ മരിച്ചിരുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൗതം, എന്താണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്? വീണ, ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് ഈ ദുരന്തം മുംബൈ കടലിൽ ഉണ്ടായത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപത്ത് വെച്ച് ഈ വിനോദസഞ്ചാരികളുമായി പോകുന്ന ബോട്ടിലേക്ക് നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ആ സ്പീഡ് ബോട്ടിൽ പുതിയ എൻജിൻ ഘടിപ്പിച്ച ശേഷമുള്ള ഒരു ടെസ്റ്റ് റണ്ണാണ് ശരിക്കും നാവികസേന നടത്തിയത്. അതിൽ നിയന്ത്രണം വിട്ട ബോട്ട് വിനോദസഞ്ചാരികളുമായി പോകുന്ന മറ്റൊരു ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയും ഏതാണ്ട് 13 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ ഒരാൾ നാവികസേനയുടെ ഉദ്യോഗസ്ഥനുമാണ്. ഈ സ്പീഡ് ബോട്ടിലുള്ള ഒരാൾക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മുംബൈ സൗത്ത് പോലീസ് സ്റ്റേഷൻ നിലവിൽ ഈ സ്പീഡ് ബോട്ട് ഓടിച്ച ഡ്രൈവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഒപ്പം തിരച്ചിലും നടക്കുന്നുണ്ട്. കാരണം 99 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നാവികസേനയുടെ 11 ബോട്ടുകൾ വളരെ വേഗം തന്നെ ആ സ്പോട്ടിലേക്ക് എത്തുകയും ആ കടലിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും 99 പേരെ രക്ഷപ്പെടുത്തി. ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്, സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നാവികസേനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആ പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.